ഒരിക്കൽ ഒരു പ്രഭു കുറച്ചേറെ മൺപാത്രങ്ങൾ വലിയൊരു കൊട്ടയിൽ വാങ്ങി വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഈ മൺപാത്രങ്ങൾ വീട്ടിലേക്ക് ചുമക്കുന്നയാൾക്ക് ഒരിക്കലും ഒരാൾക്കും എതിർക്കാൻ പറ്റാത്ത 3 സത്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് എന്ന്. ആരും തയ്യാറായില്ല. ഇതിനെന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ എന്ന് കരുതി നമ്മുടെ മുല്ലയില്ലേ, മുല്ല അതെടുത്ത് തലയിൽ ചുമന്നു. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം ആയപ്പോൾ മുല്ല ചോദിച്ചു, താങ്കൾ പറഞ്ഞ ആ കാര്യം ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. ആകെ ഉദ്വേഗത്താൽ മുല്ല ഇങ്ങനെ കേൾക്കാൻ റെഡിയായി നിന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിശക്കുന്നവന് സ്വർഗരാജ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ മുല്ല നീ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന്. മുല്ല യാത്ര തുടർന്നുകൊണ്ട് ആത്മഗദ്ഗതത്തോടു കൂടി പറഞ്ഞു, ഉള്ളിൽ ശരിയാണല്ലോ, ആർക്കും എതിർക്കാനാവാത്ത ഒരു സത്യം. വീണ്ടും നടന്നു. മുല്ല വീണ്ടും ചോദിച്ചു, രണ്ടാമത്തെ സത്യം അതെന്താണ്? അദ്ദേഹം പറഞ്ഞു, നടന്നു പോകുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതായിരിക്കും എന്നതാണ് മറ്റൊരു സത്യം. മുല്ല ഓർത്തു, ശരിയാണല്ലോ, നടന്നു പോകുന്നതിനേക്കാൾ നല്ലത് എളുപ്പത്തിൽ പോകാൻ കുതിരയായിരിക്കും നല്ലത്. അത് എതിർക്കാനാവാത്തൊരു സത്യമാണ്. വീണ്ടും നടന്നു. വീണ്ടും മുല്ല ചോദിച്ചു, ആ മൂന്നാമത്തെ സത്യം കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, മുല്ല നീ അല്ലാതെ ലോകത്ത് മറ്റൊരു വിഡ്ഢിയില്ല എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കരുത് എന്ന്. മുല്ലയ്ക്ക് കാര്യമെല്ലാം വ്യക്തമായി മനസ്സിലായി. പറഞ്ഞു തീർന്നതും മുല്ല തലയിലിരുന്ന മൺകുടങ്ങളെല്ലാം എടുത്ത് നിലത്തേക്കിട്ടു. എല്ലാം പൊട്ടിച്ചു തറി. മുല്ല ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് മൊഴിഞ്ഞു, അങ്ങ് പറയാത്തൊരു സത്യം ഞാൻ അങ്ങയോട് പറയട്ടെ. ഈ പൊളിഞ്ഞു കിടക്കുന്ന ഈ മൺകൂനകൾ, ഈ മൺകുടങ്ങൾ കാണുമ്പോൾ ആരെങ്കിലും അത് പൊട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരിക്കലും അത് വിശ്വസിക്കരുതേ എന്ന്. പറ്റിയ അബദ്ധം മനസ്സിലായി നിന്ന ആ ധനികൻ്റെ അവസ്ഥ പലപ്പോഴും നമുക്കുണ്ടാവാറുണ്ട്. നമ്മൾ 2-3 തവണ ഒരാളെ പറ്റിക്കുമ്പോഴും ശരിയായ ഒരു പറ്റിക്കൽ തിരിച്ചു വരുമെന്നുള്ളത് ഒരു പ്രകൃതി സത്യമാണ്. ഇന്നതുപോലെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.